ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. കാരണം അളവുകളെല്ലാം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്പഞ്ചും ടേസ്റ്റി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും നമുക്ക് റെഡിയാക്കാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ നമ്മളെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. 1/2 1/4 ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണേ. അടുത്തതായിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ടിന്ന് നന്നായിട്ട് തുടച്ച് അതിൻ്റെ ഈർപ്പെല്ലാം ഒന്ന് കളഞ്ഞ് വെക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷിനെ കൊണ്ടൊന്ന് ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ലേ, ബട്ടർ പേപ്പർ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഓയിലൊന്ന് ആക്കി കൊടുക്കണം. 1 ടീസ്പൂണോളം കുറച്ച് മൈദപ്പൊടി അതിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്താ മൈദപ്പൊടി ഇട്ടിട്ട് ആക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ മാത്രമാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ 2 kg ആയാലും 1 kg ആയാലും എല്ലാം ഞാനിത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ബട്ടർ പേപ്പർ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. നമ്മളെ സ്പഞ്ച് സൂപ്പർ ആണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൈദപ്പൊടീൻ്റെ ആ ഒരു പൊടിപ്പറ്റെല്ലാം മാറിക്കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അത് ഞാനിതാ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു അടപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് നമ്മൾ ബേക്ക് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ ആ ഒരു കളറെല്ലാം അങ്ങനെ. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം പിന്നെ നമ്മളെ ബാറ്റർ ഒന്ന് റെഡിയാക്കണം. 3 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. 3 മുട്ടയിൽ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ബാറ്റർ. അപ്പം ഞാനിപ്പം ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് സ്പീഡ് 1ൽ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് പിന്നെ ബീറ്റ് ചെയ്യുന്നത്. എഗ് വൈറ്റ് ഇങ്ങനെ ഒരു ഫ്ലഫി ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര 3/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എഗ് വൈറ്റിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രീമി പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മളിത് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടേൻ്റെ സ്മെല്ലൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് വരികയും ചെയ്യും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ആ ഒരു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ വരണം. കണ്ട ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പം കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഫസ്റ്റിലിട്ടിട്ട് വേണം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് ബീറ്റ് ചെയ്യേണ്ടത്. നേരത്തെ അരിച്ച് വെച്ച മൈദ മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ബീറ്റർ വെച്ചിട്ടാണ്. അപ്പം ബീറ്റർ വെച്ചിട്ട് 3 തവണ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സമയത്ത് കുത്തി ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുമ്പോൾ ആ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഇട്ടിട്ട് ആ ഒരു പതയുന്ന ആ ഒരു സമയത്ത് അപ്പാടന്നെ നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് അതൊന്ന് ഒഴിച്ചിട്ട് കുത്തി ഇളക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. വേഗം തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇതാ നമ്മളെ ബാറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിം ഒരു സിമ്പിളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നേരത്തെ തീ കൂട്ടി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇനിയിപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ ഏകദേശം ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ആ ഒരു സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആവിയെല്ലാം വരുന്നുണ്ട്. റെഡിയായിന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. റൂം മൊത്തം ആ ഒരു നല്ല ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്മെല്ലുണ്ടാവേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നോക്കിയാട്ടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ നല്ല സൂപ്പറായിട്ട് അങ്ങോട്ടേക്ക് സ്പോഞ്ചി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളെ കേക്ക് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാനത് വെന്തിനോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കേക്കിൻ്റെ ചൂടൊന്ന് മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിന് 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലെടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറച്ചധികം വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം ഒഴിക്കുക കേട്ടോ. ഇവിടെ അധികം വേണ്ട. പിന്നെ ഒരു 2-3 കഷ്ണം ചെറിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കല്ലേ, അപ്പോൾ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ചെറി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതാ ക്രീം റെഡിയാക്കണം. നമ്മൾ അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രീം കട്ട പിടിച്ച പോലെയെല്ലാം ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മെൽട്ടായിക്കോളും. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് കൂട്ടി വന്നാൽ മതി. മധുരം അധികം ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തു കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനെ ക്രീമിൽ കുറച്ച് മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ക്രീമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റായിനെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ പാത്രം ഒന്ന് കമിഴ്ത്തി വെച്ച് നോക്കിയാൽ മതി. അപ്പം താഴോട്ട് വീഴുന്നില്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ബീറ്റായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നമ്മളെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് നമ്മളെ സ്പോഞ്ചിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ യൂസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പം ഇതേപോലെ നമ്മൾ ഐസിങ് നൈഫ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി കൊടുത്ത് 2 തട്ടൽ തട്ടുമ്പോഴത്തേക്ക് നമ്മളെ സ്പഞ്ച് ഇങ്ങോട്ടേക്ക് താഴോട്ട് വന്നോളും. അപ്പോൾ ഇതാ നമ്മളെ സ്പഞ്ച് ഞാൻ പറഞ്ഞില്ലേ ബട്ടർ പേപ്പർ വെച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുത്താലോ. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിലേക്ക് നടുക്കോട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഒരു സ്പഞ്ചിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചിനല്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ആ ഒരു ലെയർ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് ആ ഒരു ടോപ്പിലുള്ള ഭാഗത്തെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുവേ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്പഞ്ച് നമുക്ക് കേക്ക് ബോർഡിലേക്ക് കൊടുക്കണം. അപ്പം ഞാനിപ്പം വെറ്റ് ചെയ്ത ആ ഭാഗം അടിഭാഗത്തായിട്ടാണ് കേട്ടോ കൊടുക്കുക. ഇതുപോലെ അടിഭാഗത്തായിട്ടാണ് കൊടുക്കുക. അപ്പം നമ്മൾ അടിയിലുള്ള ആ ഒരു സ്പഞ്ച് നനഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു ഭാഗത്തേക്കും കൂടി കുറച്ചൊരു സിറപ്പും കൂടി ആക്കി കൊടുക്കുവേ. ആദ്യം ഞാൻ കേക്ക് ചെയ്യുമ്പം ജസ്റ്റ് ആ ഒരു ലെയർ വെച്ചു, ഷുഗർ സിറപ്പ് കൊടുത്തു. അന്നേരം കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു തൊണ്ടയിൽ ഇങ്ങനെ ഒരു പിടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഒരു സിറപ്പ് തട്ടാത്തതുപോലെ ഫീൽ ചെയ്യലുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തത്. അപ്പം പിന്നെ വീട്ടിലെല്ലാം ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതിന് ശേഷം ഞാൻ സെയിൽ ചെയ്യൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതുവരെ ആരും ഒരു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ സ്പഞ്ച് ഉണ്ടാവുക. ഒരുപാട് ഓവർ ആവാൻ പാടില്ല എന്നേ ഉള്ളൂ കേട്ടോ. മിതമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ ഒന്ന് തൊടുമ്പോൾ അത് എത്രമാത്രം സിറപ്പ് അതിലുണ്ട് എന്നുള്ളത്. അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെയറിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ നമ്മളെ കേക്ക് ബോർഡിൻ്റെ അടിയിൽ എപ്പോഴും ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ വെക്കലുണ്ട് അതിനെ. അപ്പോൾ ഇന്നത് വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മളെ ബോർഡ് അങ്ങനെ കറങ്ങി കളിക്കുന്നത്. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക് ബോർഡ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഒരു ഹാർഡായ സമയത്താണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതെല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ ചെറിയാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയാണല്ലോ. അപ്പോൾ ചെറിയ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ സ്പഞ്ച് വെക്കുമ്പം നമ്മളെ കേക്കും സ്പഞ്ചും
തമ്മിൽ വിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ. നമ്മളെ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീമെല്ലാം ഇങ്ങനെ മുകളിലോട്ട് വരുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പം ചില കേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് ഉരുണ്ട് പോകുന്ന ഒരു ഇത് കാണലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ ഒഴിവാകും കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്രം കോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനെന്താ ഒരുപാട് കുറച്ചധികം ക്രീം തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.